ജയലാൽ പറയുകയാണ്, എനിക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ട് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. അതിനുശേഷം ജയലാൽ കാര്യങ്ങൾ ദീപയോട് വിസ്തരിക്കുകയാണ്. ജയലാൽ പറയുകയാണ്, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി ദീപയ്ക്ക് തീരുമാനമെടുക്കാം. അമ്മയോടും അനിയത്തിയോടും ഈ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടറും അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ സ്വന്തം അമ്മയും അനിയത്തിയും ആണ്. പറയുന്നതും പറയാതിരിക്കുന്നതും ദീപയുടെ ഇഷ്ടം. എനിക്ക് ഈ വിവാഹം നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ട്. എന്റെ പോരായ്മകൾ ഒരു ഭാരമായി തോന്നുന്നില്ലെങ്കിൽ ദീപയ്ക്ക് ഡോക്ടറെ വിളിച്ച് സമ്മതം അറിയിക്കാം. അന്നേരം ചിരിക്കുകയാണ് ദീപ. ജയലാൽ പറയുകയാണ്, ഇനി എനിക്കൊന്നും പറയാനില്ല. ദീപയ്ക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ദീപ. ശരിയെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ജയലാൽ. വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ദീപ. പിന്നീട് കാണിക്കുന്നത് കാറിൽ തിരിച്ചു പോകുന്ന ജയലാലിനെയാണ്. കൂടെ ഡോക്ടറുമുണ്ട്. ഡോക്ടർ ചോദിക്കുകയാണ്, എന്താ ഒന്നും പറയാത്തത്? ആളെ ഇഷ്ടമായോ? ഒരുപാട്. വീണ്ടും ഡോക്ടർ ചോദിക്കുകയാണ്, എന്താ പുറത്തോട്ട് പോയപ്പോൾ സംസാരിച്ചത്? പറയാനുള്ളതെല്ലാം പറഞ്ഞു. ദീപയ്ക്കുള്ളതുപോലെ എന്റെ ഭാഗത്തുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോ അവർ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. നിന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയാണ് ദീപയെന്ന് തോന്നിയോ? അതുകൊണ്ടല്ലേ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞത്? ഡോക്ടർ പറയുകയാണ്, ഈ ജനറേഷനിൽ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ കഴിയില്ല. എന്റെ മക്കളെ കൂടി മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ എനിക്ക് അവരെ എല്ലാവരെയും അറിയാം. അക്കൂട്ടത്തിൽ അവരുടെ അച്ഛന്റെ സ്വഭാവം അല്പമെങ്കിലും ഉള്ളത് ആള് മൂത്ത മോനാണ്. ജയലാൽ ചോദിക്കുകയാണ്, ആള് ഡോക്ടർ ആവാൻ പോവുകയല്ലേ? അതെ, ദിലീപ് കുറച്ചൊക്കെ സ്വാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അമ്മയുടെ പ്രതീക്ഷയ്ക്കൊത്ത് മകൻ ഉയരുമോന്ന് അറിയില്ല. പക്ഷെ പെൺമക്കൾ രണ്ടും അമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരാണ്. ജയലാൽ പറയുകയാണ്, അത് കുഴപ്പമില്ല. അങ്ങനെ പറ്റിച്ചേർന്ന കൂട്ടത്തിലാണ് എന്റെ ചേട്ടത്തിയമ്മ. അവരുടെ കാര്യമൊക്കെ ഡോക്ടർക്ക് അറിയാമല്ലോ. ഡോക്ടർ പറയുകയാണ്, അയ്യോ അറിയാം. അവിടെ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ജയലാലെ. തന്റെ ഏട്ടത്തിയുടെ അമ്മ കുറച്ച് കർക്കശ സ്വഭാവമുള്ള കൂട്ടത്തിലായിരുന്നു. അതുപോലെയല്ല ഭാഗ്യം. അവര് നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന കൂട്ടത്തിലാണ്. നല്ലത് മാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളർത്തിയ ഒരമ്മയാണ്. ജയലാൽ പറയുകയാണ്, ഇനിയിപ്പോ സാറ് കൂടുതൽ അവരെ പറ്റി പറയണ്ട. ഇപ്പൊ തന്നെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൈകൊടുക്കും. അങ്ങനെ ഒരു വീടുമായിട്ടുള്ള ബന്ധം എനിക്കിഷ്ടമാണ്. അവരെന്തു പറയുമെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ ദീപയുടെ അമ്മയോടും അനിയത്തിയോടും പറയണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദീപയുടെ കുറ്റങ്ങളും കുറവുകളും ഞാൻ എന്റെ വീട്ടിൽ അറിയിക്കുന്നില്ലല്ലോ. അതുപോലെ തിരിച്ചുമൊരു അഡ്ജസ്റ്റ്മെന്റ്. ഡോക്ടർ പറയുകയാണ്, അവർ അവരുടെ അമ്മയോട് എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അതുപോലെ അനിയത്തി അറിയാത്തതായി ഒന്നും ചേച്ചിയുടെ ജീവിതത്തിൽ ഇല്ല. പിന്നെ ഇവിടെ നിനക്ക് ദീപയെ ഇഷ്ടപ്പെട്ടതുപോലെ തിരിച്ചു ദീപയ്ക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായെങ്കിൽ പറഞ്ഞില്ല എന്ന് വരും. ഏതായാലും ഉടനെ വിളി വരും. അപ്പോൾ വിശദമായിട്ടറിയാം കാര്യങ്ങൾ. വണ്ടി ഓടിച്ചു പോകുന്ന ജയലാൽ ദീപയോട് സംസാരിച്ചതും കണ്ടതുമായ കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ ചിരിക്കുകയാണ്. ഇത് കണ്ട് ഡോക്ടർ പറയുകയാണ്, മനസ്സിലായി, കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഇപ്പോൾ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നതെന്ന്. തിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ്, എന്തിനാ മറച്ചു വെക്കുന്നത്? അത് തന്നെ. പിന്നീട് കാണിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചു നിൽക്കുന്ന ദീപയാണ്. അവിടേക്ക് വരികയാണ് ദിയ. ചേച്ചി എന്ന് ദിയ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിയുകയാണ് ദീപ. പെണ്ണ് കണ്ട് പയ്യൻ പോയി. പെണ്ണ് കണ്ട് ചെറുക്കനെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കട്ടെ എന്ന് കരുതിയാണ് ഒത്തിരി സാവകാശം തന്നത്. എടി ചേച്ചി, ഇഷ്ടപ്പെട്ടോ ആ ചുള്ളൻ പയ്യനെ? തിരിച്ച് നാണത്തോടുകൂടി തിരിയുകയാണ് ദീപ. ഈ പുഞ്ചിരിയിൽ എനിക്ക് കിട്ടേണ്ട ഉത്തരമുണ്ട്. പിന്നെ ചെക്കനുമായിട്ട് മാറി നിന്ന് സംസാരിച്ചല്ലോ. അയാൾ എന്താ പറഞ്ഞത്? അന്നേരം ദീപ ചോദിക്കുകയാണ്, അതെന്തിനാ നീ അറിയുന്നത്? ഓ അത് ശരി. അപ്പോൾ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ ജയേട്ടൻ പറഞ്ഞത്? വീണ്ടും ചിരിച്ചുകൊണ്ട് തന്നെ ദീപ നിൽക്കുമ്പോൾ ദിയ പറയുകയാണ്, അതൊക്കെ പോട്ടെ ചേച്ചി. ചേച്ചിയുടെ കാര്യങ്ങൾ അയാളോട് പറഞ്ഞോ? ഡോക്ടർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൊബൈൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. ഈ കാലത്ത് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്നാണ് ജയേട്ടൻ പറയുന്നത്. ദിയ ചോദിക്കുകയാണ്, ആഹാ കൊള്ളാമല്ലോ. അപ്പോ ഡോക്ടർ പറഞ്ഞതിനേക്കാളും ഫോർവേഡ് ആണല്ലോ പയ്യൻ. അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഉടുത്തൊരുങ്ങി ചായയുമായിട്ട് പയ്യന്റെ മുൻപിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ അങ്ങനെ പോയത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ദീപ പറയുകയാണ്, എന്റെ കഥകളൊക്കെ അറിഞ്ഞ ശേഷം സ്ത്രീധനം പോലും ആവശ്യപ്പെടാതെ ഒരാൾ എന്നെ വേണമെന്ന് പറയുമ്പോൾ അയാളെ വേണ്ടാന്ന് പറയാൻ എനിക്ക് പറ്റുമോ? ദിയ പറയുകയാണ്, ഈ മറുപടിയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ചേട്ടനുമായിട്ട് സംസാരിച്ച ശേഷം ചേച്ചിയുടെ മുഖത്ത് രക്തപ്രസാദം ഉണ്ടായെന്ന് അമ്മ പറയുന്നത് കേട്ടു. എന്നാലും അമ്മയുടെ ഉള്ളിൽ നേരിയ ടെൻഷൻ കിടപ്പുണ്ട്. അത് ഞാനൊന്ന് എടുത്തു കളയട്ടെ എന്ന് പറഞ്ഞു പോവുകയാണ് ദിയ. തിരിഞ്ഞു നിന്ന് ദിയ പറയുകയാണ്, ചേച്ചി, പെണ്ണു കാണൽ ചടങ്ങ് നടക്കുമ്പോൾ പോലും
നമ്മുടെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നോ? പക്ഷേ നമ്മുടെയൊക്കെ പേരിനോടൊപ്പം അച്ഛന്റെ പേരും ചേർത്തിട്ടുണ്ട്. ഏതായാലും ചേച്ചിക്ക് ആ പേര് വെട്ടിക്കളയാൻ സമയമായി. ഇനി ദീപ വിജയകുമാർ ദീപ ജയൻ ആകാൻ പോവുകയാണ്. അതൊരു ഭാഗ്യമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് ദിയ പറയുകയാണ്, അമ്മയെ ഇഷ്ടപ്പെട്ടോ? എന്ത്, ദോശയോ? അതല്ല, പെണ്ണ് കാണാൻ വന്ന പയ്യനെ. ആ രാജകുമാരനെ അമ്മയുടെ മൂത്ത മോൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ശരിക്കും ആ പയ്യനെ ഇഷ്ടപ്പെട്ടെന്ന് ദീപമോൾ പറഞ്ഞോ? എന്റെ അമ്മേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും സന്തോഷിക്കുമോ? ചേച്ചിയുടെ കഥകളൊക്കെ അറിഞ്ഞിട്ടും സ്ത്രീധനം പോലും ആവശ്യപ്പെടാത്ത ആ മനുഷ്യനെ ആരാ വേണ്ടെന്ന് വെക്കുക എന്നാ ചേച്ചി എന്നോട് ചോദിച്ചത്. കുറെ നാളുകൾക്ക് ശേഷം ചേച്ചി ഇത്ര ഹാപ്പിയാവുന്നത് ഇന്നാണ്. സന്തോഷത്താൽ കണ്ണു നിറഞ്ഞ് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ ഈ ബന്ധമെങ്കിലും നടക്കണേന്ന്. ഇക്ബാൽ ഡോക്ടർ പയ്യൻ നല്ലവനാണെന്ന് തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ തടസ്സങ്ങളൊന്നും കൂടാതെ ഈ ബന്ധമൊന്നും നടന്നാൽ മതി. ദിയ ചോദിക്കുകയാണ്, ഡോക്ടർ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ജയലാലിന് മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ദിയ പറയുകയാണ്, അത് ചേച്ചിയുമായിട്ട് സംസാരിച്ചിട്ട് വന്നപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ആ നേരത്ത് രണ്ടാളുടെയും മുഖത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ജയലാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അയാളുടെ ബന്ധുക്കളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പയ്യന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളൊന്നും വഴിമുടക്കില്ല. അമ്മ എത്രയും പെട്ടെന്ന് ഒരു മുഹൂർത്തം കുറിക്കണം. നമുക്ക് അടിപൊളിയായിട്ട് ചേച്ചിയുടെ കല്യാണം നടത്താം. അതാണ് നല്ലത്. നിശ്ചയമില്ലാതെ വിവാഹത്തിലോട്ട് പോകുന്നതിലാണ് എനിക്ക് താല്പര്യം. കല്യാണത്തിന് മുമ്പ് ആളിനെ കൂട്ടിയാൽ പയ്യന്റെ ബന്ധുക്കളുടെ കാതിൽ നടന്ന സംഭവങ്ങളൊക്കെ എത്തിക്കാൻ ആൾക്കാരുണ്ടാകും. പയ്യനെല്ലാം അറിയാം. അതുകൊണ്ട് ബന്ധുക്കളെയൊന്നും കാര്യങ്ങൾ അറിയിക്കേണ്ടെന്നാണ് ഇക്ബാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ പെൺമക്കൾ അറിഞ്ഞോ അറിയാതെയോ പേരുദോഷം കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന അമ്മമാർ കുറച്ച് സ്വാർത്ഥരായി പോകും. അതുകൊണ്ട് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ജയലാൽ ദീപമോളെ ഏറ്റെടുക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ഇനി മറ്റാരും സത്യങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. മോള് പറഞ്ഞതുപോലെ അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി ആ ചടങ്ങ് നടത്തണം. അതിനുവേണ്ടി ഇത്തിരി കടബാധ്യത ഉണ്ടായാലും കുഴപ്പമില്ല. ഭാഗ്യലക്ഷ്മി എഴുന്നേൽക്കുമ്പോൾ ദിയ ചോദിക്കുകയാണ്, അമ്മ കഴിക്കുന്നില്ലേ? മതി. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് എത്തുന്ന ഭാഗ്യലക്ഷ്മിയാണ്. പ്രതാപൻ ചോദിക്കുകയാണ്, മേഡം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ, എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ? എപ്പോഴും മൂടിക്കെട്ടിയ മുഖവുമായി നിങ്ങളുടെയൊക്കെ മുൻപിൽ നിൽക്കണോ? വെറുതെ ഒന്ന് ചോദിച്ചതാണ് മേഡം. പിന്നെ കളക്ടറേറ്റിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. അത് ടേബിളിന്റെ മുകളിൽ വച്ചിട്ടുണ്ട്. ഓർഡർ വായിച്ച് ആകെ ഒന്ന് വിഷമിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പ്രതാപൻ പറയുകയാണ്, അന്ന് മേഡം പോയി ഒരു കള്ളുഷാപ്പ് പൊളിച്ചില്ലായിരുന്നോ? ശരിക്കും അത് കത്തിച്ചു കളയുകയല്ലേ ചെയ്തത്? പുറമ്പോക്ക് ഭൂമിയാണെങ്കിലും കത്തിച്ചു കളയാൻ വകുപ്പില്ലല്ലോ മേഡം. അതുപോലെ മറ്റു പുറമ്പോക്ക് ഭൂമികളും കയ്യേറി കെട്ടിടം പണിതെന്ന് പറഞ്ഞ് JCB കൊണ്ട് അതെല്ലാം പൊളിച്ചായിരുന്നു. അതിൽ ചിലതൊക്കെ പുറമ്പോക്ക് ഭൂമിയല്ല എന്നും തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാകുമല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എല്ലാ സ്ഥലത്തും 2-3 മാസം ആയുസ് കിട്ടാറുണ്ട്. ഇവിടെ അതുണ്ടായില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ എനിക്കിത് പുതുമയൊന്നും അല്ല. എന്തിനാ മേഡം സ്വന്തം ജോലി കളഞ്ഞിട്ട് നാടിനെ ഇങ്ങനെ സേവിക്കാൻ നടക്കുന്നത്? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നാളെ എനിക്ക് മനസമാധാനം കിട്ടാൻ, കിടന്നാൽ ഉറക്കം വരാൻ. പ്രതാപൻ പറയുകയാണ്, മേഡത്തിന്റെ ഭർത്താവ് വീട്ടു ചെലവ് പോലും തരില്ല എന്നാണ് പൊതുവെയുള്ള വർത്തമാനം. പിന്നെ 3 മക്കളെ പഠിപ്പിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നതും മേഡമാണ്. അങ്ങനെയാകുമ്പോൾ ജോലി പോയ വില്ലേജ് ഓഫീസർക്ക് കിടന്നാൽ ഉറക്കം വരുമോ? മനസമാധാനം കിട്ടുമോ? ഇന്നും നാളെയും കൊണ്ട് ലോകം അവസാനിക്കില്ലടോ. ഇനിയുമുണ്ട് ഒരുപാട് ജീവിതം. ആ ജീവിതം ഒരുപാട് കട്ടിയാണ്. തലമുടിയൊക്കെ ചുക്കിച്ചുളിക്കും. വാർദ്ധക്യം വേണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളെ വിടത്തില്ല. കൂടെ വരും. ആ സമയത്തുള്ള പൈസയൊക്കെ ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാതിരിക്കണമെങ്കിൽ അർഹിക്കാത്ത മുതൽ ആഗ്രഹിക്കരുത്. അന്യന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങരുത്. പ്രതാപൻ ചോദിക്കുകയാണ്, കൈക്കൂലി വാങ്ങുന്നവരൊക്കെ അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണോ? അന്വേഷിച്ച് നടന്നിട്ടില്ല. എന്താണ് സമ്പത്തിന്റെ അർത്ഥമെന്ന് തനിക്കറിയാമോ? ന്യായമായി കിട്ടുന്ന മുതൽ അതാണ് സമ്പത്ത്. അങ്ങനെ കിട്ടുന്നതായാലും ആവശ്യത്തിലധികം പണമുണ്ടെങ്കിൽ അന്യനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. അങ്ങനെയുള്ളവരെ ധനികർ എന്ന് വിളിക്കാൻ പറ്റൂ. ഇത്തരം പ്രിൻസിപ്പിൾ ഒന്നും എനിക്കറിയില്ല മേഡം. എന്തായാലും ജോലി പോയല്ലോ. ഇനിയിപ്പോ സസ്പെൻഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞാലും ഇവിടെ ആയിരിക്കില്ല അപ്പോയിന്റ്മെന്റ്. അതുകൊണ്ട് വേണമെങ്കിൽ സെന്റ് ഓഫ് തരാം. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വേണമെന്നില്ല. ആ സെന്റ് ഓഫിനുണ്ടാവും ഒരു കൈക്കൂലിയുടെ മണം. അത്രയും പറഞ്ഞ് ബാഗ് എടുത്ത് ഇറങ്ങുകയാണ് ഭാഗ്യലക്ഷ്മി. പ്രതാപൻ ചോദിക്കുകയാണ്, ഇളയമോൾ ആ ഗുണ്ടയ്ക്കൊപ്പമുള്ള നടത്തം അവസാനിപ്പിച്ചോ? പുറത്തേക്കിറങ്ങിയ ഭാഗ്യലക്ഷ്മി ദേഷ്യപ്പെട്ട് പറയുകയാണ്, അതെന്റെ കുടുംബകാര്യമാണ്. അതിൽ താൻ ഇടപെടേണ്ട.
തന്റെ മകള് വഴിതെറ്റി പോകാതിരിക്കാൻ നോക്കിയാൽ മതി. സ്റ്റാഫ് എല്ലാവരും ഭാഗ്യലക്ഷ്മിയോട് അടുത്ത് നിൽക്കുകയാണ്. പ്രസാദ് ചോദിക്കുകയാണ്, മാഡം. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചവർ ഉണ്ട്, ഓഫീസിനകത്തും പുറത്തുമൊക്കെ. അക്കൂട്ടത്തിൽ നിങ്ങൾ ചിലരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പ്രസാദിനെ പോലെ ഞാനിപ്പോൾ ഒരു വിവാദ നായിക ആണല്ലോ. ശ്രീകുമാർ കൊലക്കേസിലെ സാക്ഷിയായതുകൊണ്ട് മാധ്യമങ്ങൾ എന്നെ ഉയർത്തിക്കാട്ടി. അതിനുശേഷം എന്റെ മോൾക്കൊരു പതനം വന്നപ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും താറടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മിക്ക മാധ്യമങ്ങൾക്കും ഞാനിപ്പോൾ സുപരിചിതയാണ്. ഇനിയിപ്പോൾ അവർക്കൊക്കെ എഴുതാൻ മറ്റൊരു മാറ്റർ കൂടി കിട്ടിയിരിക്കുകയാണ്. അഴിമതിക്കാരിയായ വില്ലേജ് ഓഫീസർക്ക് സസ്പെൻഷൻ. പ്രസാദ് പറയുകയാണ്, മാഡത്തിനെ അറിയുന്നവരാരും അങ്ങനെ പറയില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ വിളിച്ചു പറയാൻ എത്ര പേരുണ്ട് പ്രസാദേ. മറ്റുള്ളവരുടെ കൈയടി കിട്ടാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കെന്റെ 3 മക്കളെ പോലെയാണ് എനിക്കെന്റെ ജോലിയും. അതത്ര പവിത്രമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കണ്ണീർ തുടക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ഈ അടുത്ത സമയത്തും എനിക്കും എന്റെ കുടുംബത്തിനുമുണ്ടായ വിഷമങ്ങളിൽ കുറച്ചു ദിവസം ഞാൻ ലീവ് എടുത്തതൊഴിച്ചാൽ എന്റെ കസേരയിൽ ഒരിക്കൽ പോലും ആളുണ്ടാകാതിരുന്നിട്ടില്ല. അതുകൊണ്ട് സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റിയ ശേഷവും തൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങി പോകുന്നത്. അന്നേരം പ്രതാപൻ പറയുകയാണ്, ഓഹോ, ഇനിയിപ്പോൾ ജാള്യത മാറ്റാൻ അങ്ങനെയൊക്കെ പറയാമല്ലോ മാഡം. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കൊരു ജാള്യതയും ഇല്ലടോ. അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചവരെ തടഞ്ഞിട്ടേ ഉള്ളൂ. അതിന് കിട്ടിയ ഈ സമ്മാനം പൂർണ്ണ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കുന്നു. പ്രസാദ് പറയുകയാണ്, മാഡത്തെ പോലൊരു വില്ലേജ് ഓഫീസർ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇത്തരം നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മുൻജന്മം പുനർജന്മം എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. ജന്മം ഒന്നേയുള്ളൂ. ആ സമയത്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ആരുടെയും കണ്ണുകൾ നനയിക്കാതെ മുന്നോട്ട് പോണം. പിന്നീട് പ്രതാപനെ നോക്കി പറയുകയാണ്, എടോ പ്രതാപ, ശ്രീകുമാർ എന്ന പയ്യൻ മരിച്ചതിന് ശേഷം പ്രതികൾക്ക് ശിക്ഷ കിട്ടിയെങ്കിലും ആ പയ്യന്റെ അച്ഛനും അമ്മയും ഇന്നും അമ്പലനടയിൽ ചെന്ന് ഏങ്ങലടിക്കുന്നുണ്ട്, ഏങ്ങിക്കരയുന്നുണ്ട്. ശ്രീകുമാറിന്റെ അച്ഛൻ പൂജ നടത്തുന്ന അമ്പലത്തിൽ പോയാൽ തനിക്കത് കാണാൻ കഴിയും. സദാനന്ദനും മോനും വഴിവിട്ട് സഹായങ്ങൾ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് തനിക്കും വലിച്ചെറിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ അച്ഛനേക്കാളും അമ്മയെക്കാളും തനിക്ക് കരയേണ്ടി വരും, തന്റെ മക്കളെ കുറിച്ചോർത്ത്. അതിനുശേഷം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ഭാഗ്യലക്ഷ്മി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.